ഹായ്, എന്താ ബിസിയാണോ? എന്താ ഒരുപാട് ബിസിയാണ് തോന്നുന്നു. ഒരു മെസ്സേജും കൂടി അയക്കുന്നില്ല. നീ അവിടെ ജീവനോടെ ഉണ്ടോ? ആ ആ ഉണ്ട് ഉണ്ട്, കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. പുറത്തു പോയിട്ട് ഇപ്പോഴാണ് എത്തിയത്. അതുകൊണ്ടാണ്. നീ ഇപ്പം എന്താ ചെയ്യണേ? ആ, ഞാനിവിടെ ചുമ്മാ ഇരിക്കടാ. വീട്ടിലിരുന്നിട്ട് ഒരുപാട് ബോറും അടിക്കുന്നുണ്ട്. അതുകൊണ്ടാ ഞാൻ നിനക്ക് മെസ്സേജ് അയച്ചത്. എന്ത്, ബോറടിക്കേ? അപ്പൊ വീട്ടിലാരും ഇല്ലേ? അതേടാ, വീട്ടിലുള്ളവരെല്ലാവരും ഫംഗ്ഷന് പോയിരിക്കുകയാണ്. ഞാൻ മാത്രമാണ് ഇവിടെ തനിച്ചിരിക്കുന്നത്. ഓഹോ, അപ്പൊ വീട്ടിൽ ഒറ്റയ്ക്കാണോ? ഞാനൊരു സൈക്കോ ത്രില്ലർ മൂവി കണ്ടു. ആ മൂവിയിൽ ആ കില്ലർ വീട്ടിൽ തനിച്ചിരിക്കുന്ന പെണ്ണുങ്ങളെ മാത്രം നോക്കി കൊല്ലും. അത് നിനക്ക് ഷോ, സംഭവിച്ച ഇല്ലെങ്കിലേ എങ്ങനെയുണ്ടാവും? ഞാൻ പേടിച്ചിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് നീ കൂടുതൽ എന്നെ പേടിപ്പെടുത്തുന്നത്. പെട്ടു നീ. ഇന്ന് ഞാൻ പറഞ്ഞ പോലെ എവനെങ്കിലും നിന്റെ വീട്ടിലേക്ക് വരും. ഞാൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും സംഭവിക്കാനാണ് പോണത്. നീ വേണമെങ്കിൽ നോക്കിക്കോ. ആ, അങ്ങനെയൊന്നും പറയലടാ, എനിക്ക് പേടിയാവുന്നുണ്ട്. പേടിയാവണ്ടാ. നീയാണെങ്കിൽ വീട്ടിൽ ഒറ്റയ്ക്കും. ഞാൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും സംഭവിക്കാനാണ് പോണത്. പോടാ. ഡാ, എന്റെ വീട്ടിന്റെ പുറത്ത് ആരോ നിൽക്കുന്നുണ്ട്. ശരി, അവിടെ നിന്നോട്ടെ. അതിനിപ്പോ എന്താണ്? ഡാ, നീയല്ലേ വന്നിരിക്കുന്നത്? ഏ, ഞാൻ എന്തിനാ അങ്ങോട്ട് വരുന്നു? എനിക്ക് വേറെ പണിയില്ലേ? റോട്ടിൽ ആരെങ്കിലൊക്കെ കുടിച്ചിട്ട് നിൽക്കും. അവൻ കുറച്ച് കഴിഞ്ഞാൽ പെക്കോളും. ഇതൊന്നും നീ സീരിയസ് ആക്കണ്ട. ഷോ, നീ പറഞ്ഞ പോലെ തന്നെ അവര് തിരിച്ചു പോയടാ. ആ, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കഴിഞ്ഞാൽ അവൻ പോകുന്നു. ഇതിനൊക്കെ പോയി പേടിച്ചിട്ട്. അതെ അതെ, പക്ഷേ ഈ വീട്ടിൽ ഞാനല്ലാതെ വേറെ ആരോ ഇവിടെ ഉള്ള പോലെ എനിക്ക് ഫീൽ ആവുന്നുണ്ടടാ. ഉം? ആ, നീ എന്താ എന്നെ പ്രാങ്ക് ചെയ്യണ? ഡാ, ശരിക്കും ഉണ്ടാ, ആരോ ഇവിടെ ഉള്ള പോലെ തന്നെയുണ്ട്. ആ, ഞാൻ വിശ്വസിച്ചു. ആ, ഇപ്പൊ കരണ്ടും കൂടി കട്ടായി പോയി. അതും നീയല്ല ചെയ്തത്. ഏ, ഞാൻ എൻ്റെ വീട്ടിലിരിക്കണ്. ഞാൻ എന്തിനാ അങ്ങോട്ട് വരാൻ പോണ്? എന്ത് പറ്റി നിനക്ക്? നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണ്? ഡാ, എൻ്റെ വീട്ടിൻ്റെ ബാക്ക് വശം വാതില് ആരോ തുറക്കുന്ന പോലെ സൗണ്ട് കേൾക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് പേടിയാവുന്നുണ്ടടാ. ഏ, എന്താ നീ പറയണ്? ഓക്കെ, വേഗം തന്നെ മുകളിലുള്ള റൂമിലേക്ക് പോ. ആ, ഓക്കെ. ഡാ, റൂമിക്ക് വന്നു. വാതിൽ ലോക്ക് ചെയ്തു. എനിക്ക് ഒരുപാട് പേടിയാവുന്നുണ്ടടാ. ആ വന്നാ? നീ ഇപ്പൊ സേഫ് ആയിട്ടല്ലേ ഇരിക്കണ്? സേഫാണ്, പക്ഷെ നീയല്ലേ ഞാൻ പേടിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഏയ്, ഞാനല്ല അത്. നീ ആദ്യം പേടിക്കാണ്ടിരിക്കേ. ഞാൻ എന്തിനാ ഇതൊക്കെ ചെയ്യാൻ പോണു? എന്നാലും എനിക്ക് ഒരുപാട് പേടിയാവുന്നുണ്ടടാ. ശോഭ, നീ എവിടെയാണ്? നിന്നെ ഞാൻ നോക്കണം. പുറത്തു വാ ശോഭ. ആരോ എൻ്റെ പേര് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. എന്ത്? നിന്റെ പേര് പറഞ്ഞു വിളിക്കണമെന്നാ? ആ വോയിസ് നീ മുമ്പ് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടാ? ശോഭ, പുറത്തു വാ. ഇത് നീയല്ലടാ, ഉറപ്പായിട്ടും വേറെ ആരോ ആണിത്. വേറെ ആരോവാ? അതെ, നീ ഒന്നും പേടിക്കണ്ട. ഞാൻ ഇപ്പം തന്നെ പോലീസിൽ കോൾ ചെയ്തിട്ട് അങ്ങോട്ട് വരാൻ പറയാം. നീ അതുവരെ സേഫ് ആയിട്ടിരിക്കേ.
ഹലോ, പോലീസ് സ്റ്റേഷൻ? അതെ, നീ ഒന്നും പേടിക്കണ്ട. ഞാനിപ്പോൾ തന്നെ പോലീസിൽ കോൾ ചെയ്തിട്ട് അങ്ങോട്ട് വരാൻ പറയാം. നീ അതുവരെ സേഫായിട്ടിരിക്കുക. ഡാ എനിക്ക് എന്തെങ്കിലും ആകുമോന്ന് പേടിയാവുന്നുണ്ടടാ. പ്ലീസ് ഹെൽപ്പ്. ഹേ, എന്തു പറ്റി? എന്താ റിപ്ലൈ തരാത്തത്? എന്തത്? സിംഗിൾ ടിക്കാണല്ലേ കാണിക്കണ്. ശോഭ, എന്തു പറ്റി? എന്താ ഓഫ്ലൈനിലായത്? ഷോ, എന്ത് പറ്റിയെന്നറിയണല്ലോ. എന്തെങ്കിലും റിപ്ലൈ താ ശോഭ. എന്തെങ്കിലും റിപ്ലൈ അയക്കി. അവനെങ്ങാനും വന്നാ? എന്തെങ്കിലും ഒന്ന് പറയ് ശോഭ. എന്തെങ്കിലും പറയ്, റിപ്ലൈ താ. ഓ, ഛേ, എന്ത് പറ്റിയെന്നറിയണല്ലോ. കോൾ ചെയ്താൽ ആ ശബ്ദം കേട്ടിട്ട് കൊലയാളി എന്തെങ്കിലും ചെയ്താലോ? ശോഭ, എന്തു പറ്റി? എന്താ എത്ര നേരം മെസ്സേജ് അയക്കാണ്ടിരുന്നത്? അവൻ പോയാ? നീ സേഫായിട്ടാണോ ഇരിക്കുന്നത്? എന്തെങ്കിലും റിപ്ലൈ അയക്കി. എന്താ നോക്കിയിട്ട് നീ ഒന്ന് റിപ്ലൈ അയക്കാണ്ടിരിക്കണ്? എന്തെങ്കിലും ഒന്ന് പറയ് ശോഭ. ഇവിടെ ഒരു പ്രശ്നവുമില്ല. അവൻ പോയി. ഞാനിപ്പോൾ സേഫായിട്ടാണ് ഇരിക്കുന്നത്. നീ ഒന്നിനും ടെൻഷൻ ആവണ്ട. കുറച്ചു നേരം ഞാൻ പേടിച്ചു പോയി. ഇത്ര നേരം നീ ഒരു മെസ്സേജ് അയച്ചില്ലല്ലോ. ഇപ്പോഴാണ് ജീവനെ കിട്ടിയത്. ശരി, നീ പോയി കിടക്ക്. എപ്പോഴെങ്കിലും നമുക്ക് ഇതിനെക്കുറിച്ച് നേരിട്ട് സംസാരിക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ് ഡാ. ടേക്ക് കെയർ. ഡാ എൻ്റെ വീട്ടിൻ്റെ പുറത്ത് ആരോ നിൽക്കുന്നുണ്ട്. ഞാനിപ്പോൾ സേഫായിട്ടാണ് ഇരിക്കുന്നത്. ഡാ ആരോ എൻ്റെ പേര് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഇവിടെ ഒരു പ്രശ്നമില്ല. ഇത് നീയല്ലടാ, ഉറപ്പായിട്ടും വേറെ ആരോ ആണത്. നീ ഒന്നിനും ടെൻഷൻ ആവണ്ട. അവൻ പോയി. സത്യം പറയും, നീയല്ലേ വന്ന് എന്നെ പേടിപ്പെടുത്തുന്നത്. ശോഭ, ഇപ്പം മെസ്സേജ് അയച്ചത് ശരിക്കും നീയാണോ? അല്ലാതെ വേറെ ആരെങ്കിലും ആണോ? ഇപ്പം നീ എനിക്കൊരു വീഡിയോ കോളോ അല്ലെങ്കിൽ ഒരു വോയിസ് മെസ്സേജോ അയക്കി. എന്താ ശോഭ ഒരു റിപ്ലൈയും തരാത്തത്? എന്തെങ്കിലും റിപ്ലൈ താ ശോഭ.